സർക്കാർ രൂപീകരണ ചർച്ചകൾക്കിടെ ഡൽഹിയിലെ ബി.ജെ.പി. എം.എൽ.എമാർ ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി. പാർലമെന്റിൽ നടന്ന കൂടിക്കാഴ്ചയിൽ 10 എം.എൽ.എമാർ പങ്കെടുത്തു. വിനിത വിജയാണ് ചേരുന്നത് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി. വിനിത, നമുക്കറിയാം മുഖ്യമന്ത്രി ആര് എന്നുള്ള ചോദ്യം ഇങ്ങനെ ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ ഏത് ചർച്ചകളും ഏത് നീക്കങ്ങളും വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്, ഗൗരവത്തോടെ നോക്കി കാണേണ്ടതുണ്ട്. ഇന്നിപ്പോൾ എന്താണ് നടന്നത്? തീർച്ചയായും സ്മിത സൂചിപ്പിച്ചതുപോലെ തന്നെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളൊക്കെ തന്നെ ഡൽഹിയിൽ പുരോഗമിക്കുകയാണ്. സാധ്യതാ പട്ടികയിൽ വനിതകളടക്കമുള്ള നിയുക്ത എം.എൽ.എമാരുടെ പേരുകളൊക്കെ തന്നെയുണ്ട്. ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം സുഷമ സ്വരാജ്, അതിഷി, ഒപ്പം തന്നെ ഷീലാ ദീക്ഷിത് ഒക്കെ ഡൽഹി ഭരിച്ച വനിതാ മുഖ്യമന്ത്രിമാരാണ്. അവർക്ക് പിന്നാലെ വീണ്ടും ഡൽഹിയെ ഭരിക്കാൻ ഒരു വനിതാ മുഖ്യമന്ത്രി എത്തുമോ എന്നുള്ളൊരു ചോദ്യം കൂടി ഈ ഘട്ടത്തിൽ മുന്നോട്ട് വയ്ക്കുകയാണ്. കാരണം അത്തരത്തിലേക്കുള്ള സാധ്യതാ പട്ടികകളിൽ അങ്ങനെ വനിതാ പേരുകളൊക്കെ തന്നെ കേൾക്കുന്നുണ്ട്. ഇതിനിടയിലാണ് ഇന്ന് വൈകിട്ടോടുകൂടി 10 എം.എൽ.എമാർ ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തിയത്. പാർലമെന്റിലെത്തിയാണ് എം.എൽ.എമാർ കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ടായിരുന്നത്. ചില നിർണായക ചർച്ചകളൊക്കെ ആ കൂടിക്കാഴ്ചയിൽ നിലവിലെ സാഹചര്യത്തിൽ നടന്നിട്ടുണ്ടെന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതിൽ അനിൽ ശർമ്മ, ഒപ്പം തന്നെ ശിഖ റായി, സതീഷ് ഉപാധ്യായ, അർവിന്ദർ സിംഗ് ലവ്ലി, കപിൽ മിശ്ര, കുൽവന്ത് റാണ, ഡോക്ടർ അനിൽ ഗോയൽ, വിജേന്ദർ ഗുപ്ത, രേഖ ഗുപ്ത എന്നിവരാണ് ഈ 10 എം.എൽ.എമാർ. ഇവരാണ് കൂടിക്കാഴ്ച നടത്തിയത്. ഏതാണ്ട് ആ കൂടിക്കാഴ്ച ഇപ്പോൾ പൂർത്തിയായിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണ്ട് ഈ 15ഓട് കൂടി തന്നെ സത്യപ്രതിജ്ഞ അടക്കമുള്ള മറ്റ് ഘട്ടങ്ങളിലേക്കൊക്കെ തന്നെ പോകാനാണ് സാധ്യത. ഇപ്പോൾ നേരത്തെ നമ്മൾ വാർത്തയിൽ സൂചിപ്പിച്ചതുപോലെ പ്രധാനമന്ത്രി ഇപ്പോൾ വിദേശത്താണുള്ളത്. അദ്ദേഹം മടങ്ങിയെത്തിയതിനു ശേഷം മുഖ്യമന്ത്രി ആരാണെന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടാകും. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കും. മറ്റ് നടപടിക്രമങ്ങളൊക്കെ അതിന് പിന്നാലെയാകും ഉണ്ടാവുക. പക്ഷേ നിലവിൽ മറ്റ് ചില പേരുകളൊക്കെ തന്നെ ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും നിലവിലുള്ള എം.എൽ.എമാരിൽ നിന്ന് ഒരാളെ തന്നെ മുഖ്യമന്ത്രിയാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിലൊക്കെ തന്നെ ധാരണയായത്. ഇതിന് പിന്നാലെയാണ് 10 പേർ, ഈ 10 എം.എൽ.എമാർ മാത്രം എത്തി ഇപ്പോൾ ജെ.പി. നദ്ദയുമായി കൂടിക്കാഴ്ച നടത്തി മടങ്ങിയിരിക്കുന്നത്. ശരി, വിനിത വിജയാണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.